പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രമായി ജനിച്ചു. എന്നാൽ മതാധിഷ്ഠിതമായ ഐഡന്റിറ്റി ഒരു ദേശീയ ഐക്യത്തിന്റെ അടിസ്ഥാനമായി മാറുന്നതിന് പകരം വിഭാഗീയതയുടെ വിത്തുകൾ വിതച്ചു. പാകിസ്ഥാന്റെ സൈന്യവും തീവ്രവാദികളും ഒരുമിച്ച് ഒരു പൊതുലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. മതവും സാമ്പത്തികവും ഈ രാഷ്ട്രത്തെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി. ലോകശക്തികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി പാകിസ്ഥാന്റെ തീവ്രവാദത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. എത്ര നാൾ? 1947 ഓഗസ്റ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു പുതിയ രാഷ്ട്രം പിറവിയെടുക്കുകയാണ്. ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ ശിഥിലമായ കെട്ടുപാടുകൾക്കിടയിൽ മതത്തിന്റെ പേര് ചൊല്ലി രൂപം കൊണ്ട ഒരു രാജ്യം പാകിസ്ഥാൻ. പക്ഷേ ഈ രാജ്യത്തിന്റെ ജനനം ഒരു ശാന്തമായ പ്രഭാതത്തിന്റെ തുടക്കമായിരുന്നില്ല. അത് രക്തത്തിൽ കുളിച്ച വിദ്വേഷത്തിന്റെ തീപ്പൊരികൾ പാറിപ്പറന്ന ഒരു വിഭജനത്തിന്റെ ഫലമായിരുന്നു. ഇന്ത്യയുടെ വിഭജനം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ കുടിയേറ്റവും ഒപ്പം ഏറ്റവും ക്രൂരമായ സാമുദായിക കലാപങ്ങളും കൂടിയായിരുന്നു പാകിസ്ഥാന്റെ ജനനം മുതൽ. അതിന്റെ വഴികൾ ഭീകരവാദത്തിന്റെ നിഴൽ തങ്ങി നിന്നു. എങ്ങനെ ഒരു രാജ്യം മതത്തിന്റെ പേര് ചൊല്ലി രൂപം കൊണ്ട് ലോകത്തിന്റെ ഭീകരവാദത്തിന്റെ പര്യായമായി മാറി. സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. വിഭജനം ഒരു ഭൂപടത്തിൽ വരച്ച രേഖകൾ മാത്രമായിരുന്നില്ല. അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും കോടിക്കണക്കിന് സ്വപ്നങ്ങളും കവർന്നെടുത്ത ഒരു ദുരന്തമായിരുന്നു. പഞ്ചാബിന്റെ വയലുകളിൽ ഹിന്ദുക്കളും സിഖുകാരും മുസ്ലിങ്ങളും പരസ്പരം കൊല്ലാൻ തുടങ്ങി. ബംഗാളിൽ ഗ്രാമങ്ങൾ കത്തി. ട്രെയിനുകൾ അഭയാർത്ഥികളെ വഹിച്ച് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പോയി. എന്നാൽ പല ട്രെയിനുകളും ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ശവശരീരങ്ങളുടെ കൂമ്പാരമായിരുന്നു. ഈ കലാപങ്ങളിൽ തീവ്രവാദത്തിന്റെ ആദ്യ രൂപങ്ങൾ ദൃശ്യമായി. മതത്തിന്റെ പേര് ചൊല്ലി സംഘങ്ങൾ ഗ്രാമങ്ങൾ ആക്രമിച്ചു. പള്ളികളും ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു. ഈ ആക്രമണം പാകിസ്ഥാന്റെ ജനനത്തിന്റെ കൂടി ഭാഗമായിരുന്നു. ഇത് തീവ്രവാദത്തിന്റെ ആദ്യ രൂപങ്ങളിലൊന്നായിരുന്നു. പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രമായി ജനിച്ചു. എന്നാൽ മതാധിഷ്ഠിതമായ ഐഡന്റിറ്റി ഒരു ദേശീയ ഐക്യത്തിന്റെ അടിസ്ഥാനമായി മാറുന്നതിന് പകരം വിഭാഗീയതയുടെ വിത്തുകൾ വിതച്ചു. പാകിസ്ഥാന്റെ ആദ്യ ഭരണാധികാരികൾ മതത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് ഇത് തീവ്രവാദത്തിന്റെ ഇന്ധനമായി മാറി. 1947 ഒക്ടോബർ മാസം കാശ്മീരിന്റെ മഞ്ഞുമൂടിയ താഴ്വരകളിൽ ഒരു പുതിയ യുദ്ധം പിറവിയെടുത്തു. കാശ്മീർ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള ഒരു തർക്കഭൂമിയാണ്. കാശ്മീർ മഹാരാജാവ് ഹരി സിംഗ് തന്റെ രാജ്യം സ്വതന്ത്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ പാകിസ്ഥാൻ കാശ്മീർ തങ്ങളുടേതാക്കാൻ തീരുമാനിച്ചു. ഒക്ടോബർ 22 പാകിസ്ഥാൻ പിന്തുണച്ച ഗോത്രവർഗ തീവ്രവാദികളും പാക് സൈന്യവും കാശ്മീർ അതിർത്തി കടന്നു. അവർ ശ്രീനഗർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ബാരാമുള്ളയിലെത്തിയപ്പോൾ അവർ കൊള്ളയടിക്കലിൽ മുഴുകി. ഗ്രാമങ്ങൾ കത്തിച്ചു. സ്ത്രീകളെ ആക്രമിച്ചു. ഈ ആക്രമണം പാകിസ്ഥാന്റെ തീവ്രവാദ തന്ത്രത്തിന്റെ ആദ്യ സൂചനയായിരുന്നു. സൈന്യവും തീവ്രവാദികളും ഒരുമിച്ച് ഒരു പൊതുലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. ഹരി സിംഗ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യ കാശ്മീർ ഇന്ത്യയുമായി ലയനക്കരാറിൽ ഒപ്പുവെച്ച ശേഷം സൈന്യത്തെ അയച്ചു. ഒന്നാം കാശ്മീർ യുദ്ധം 1947-48 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ നേർക്കത്തിൽ പോരാട്ടമായി. യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ കാശ്മീർ വിഭജിക്കപ്പെട്ടു. ഒരു ഭാഗം ഇന്ത്യയുടെ ജമ്മു കാശ്മീരായി, മറ്റൊരു ഭാഗം പാകിസ്ഥാന്റെ അധിനിവേശ കാശ്മീരായി. ഈ യുദ്ധം പാകിസ്ഥാന്റെ തന്ത്രത്തിന്റെ ഒരു മാതൃക സ്ഥാപിച്ചു. തീവ്രവാദികളെ ഉപയോഗിച്ച് ഇന്ത്യയെ അസ്ഥിരതപ്പെടുത്തുക. കാശ്മീർ പാകിസ്ഥാന്റെ ഭീകരവാദ യന്ത്രത്തിന്റെ ആദ്യ പരീക്ഷണശാലയായിരുന്നു. പാകിസ്ഥാൻ വീണ്ടും കാശ്മീരിനെ ലക്ഷ്യം വെച്ചു. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന രഹസ്യ പദ്ധതിയിലൂടെ പാക് സൈന്യവും തീവ്രവാദികളും കാശ്മീരിൽ പ്രക്ഷോഭം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അവർ കാശ്മീരിൽ ഒരു ജനകീയ വിപ്ലവം ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം ഈ ശ്രമത്തെ പരാജയപ്പെടുത്തി. 1965 യുദ്ധം പാകിസ്ഥാന്റെ തന്ത്രത്തിന്റെ മറ്റൊരു വശം വെളിപ്പെടുത്തി. തീവ്രവാദികളെ ഒരു സൈനിക ശക്തിയായി ഉപയോഗിക്കുക. ഈ തന്ത്രം പിന്നീട് പാകിസ്ഥാന്റെ ഭീകരവാദ യന്ത്രത്തിന്റെ അടിസ്ഥാനമായി മാറി. 1971 പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട വർഷങ്ങളിലൊന്നാണ്. കിഴക്കൻ പാകിസ്ഥാനിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അവഗണന ഒരു വിമോചന സമരത്തിന് വഴിയൊരുക്കി. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. പാക് സൈന്യം ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടു. ഓപ്പറേഷൻ സെർച്ച്ലൈറ്റ് എന്ന പേരിൽ നൽകിയ ഈ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ കൊല്ലപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശിന് പിന്തുണ നൽകി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിൽ കലാശിച്ചു. ഈ യുദ്ധം പാകിസ്ഥാന്റെ ആഭ്യന്തര ഭീകരവാദത്തിന്റെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. 1980 പാകിസ്ഥാന്റെ ഭീകരവാദ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ്. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു. അമേരിക്ക സോവിയറ്റ് യൂണിയനെതിരെ പാകിസ്ഥാനെ ഒരു പ്രോക്സിയായി ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് അഥവാ ISI അമേരിക്കയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ബില്യൺ കണക്കിന് ഡോളറുകൾ സ്വീകരിച്ചു. ഈ പണം മുജാഹിദീനുകൾക്ക് പരിശീലനം നൽകാൻ ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ ഉയർന്നു. അൽഖ്വയ്ദ, താലിബാൻ ഇവയെല്ലാം പാകിസ്ഥാന്റെ മണ്ണിൽ വേരുപിടിച്ചു. 1989 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറി. എന്നാൽ പാകിസ്ഥാൻ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപേക്ഷിച്ചില്ല. പകരം ഇവരെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങി. പാകിസ്ഥാനെ ഒരു ഭീകരവാദ കേന്ദ്രമാക്കിയതിൽ ലോകശക്തികൾക്ക് വലിയ പങ്കുണ്ട്. 1980 അമേരിക്ക സോവിയറ്റ് യൂണിയനെതിരെ പാകിസ്ഥാനെ പിന്തുണച്ചു. 2001 സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്ക ആഗോള ഭീകരവിരുദ്ധ യുദ്ധത്തിൽ പാകിസ്ഥാനെ സഖ്യകക്ഷിയാക്കി. എന്നാൽ പാകിസ്ഥാൻ ഒരു ഇരട്ട നീക്കം കളിച്ചു. ഒരു വശത്ത് അവർ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നൽകി, മറുവശത്ത് താലിബാനെ പിന്തുണച്ചു. ഒസാമ ബിൻ ലാദൻ 2011 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ കൊല്ലപ്പെട്ടപ്പോൾ ഈ ഇരട്ട നീക്കം ലോകത്തിന് വ്യക്തമായി.
ചൈനയും പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് പരോക്ഷമായി സഹായിച്ചുകൊണ്ടിരുന്നു. ചൈന പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരുന്നു. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് ശക്തപ്പെടുത്തി. ഈ സാമ്പത്തിക പിന്തുണ പാകിസ്ഥാന്റെ തീവ്രവാദ യന്ത്രത്തെ നിലനിർത്താനും സഹായിച്ചു. തീവ്രവാദത്തെ നയിക്കുന്നത് മതമാണോ അതോ സാമ്പത്തികമാണോ? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇവ രണ്ടും ഒരു വിഷലിപ്തമായ മിശ്രിതമായി പ്രവർത്തിക്കുന്നു. മതം പാകിസ്ഥാന്റെ ഐഡന്റിറ്റി ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ്. 1970-കളിൽ ജനറൽ സിയാ ഉൾ ഹക്കിന്റെ ഭരണകാലത്ത് ഇസ്ലാമിസം ഒരു ദേശീയ നയമായി. മദ്രസകൾ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങളായി. ഈ മദ്രസകൾ യുവാക്കളെ ജിഹാദിന്റെ പേര് ചൊല്ലി തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചു. പാകിസ്ഥാന്റെ സാമ്പത്തിക ദൗർബല്യം തീവ്രവാദത്തിന്റെ മറ്റൊരു ഉറവിടമാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും യുവാക്കളെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കുന്നു. ഈ ഗ്രൂപ്പുകൾ പണവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുന്നു. 2001 സെപ്റ്റംബർ 11 ആക്രമണം പാകിസ്ഥാന്റെ ഭീകരവാദ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. അൽ-ഖ്വയ്ദ ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നു. പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ യുദ്ധത്തിൽ അമേരിക്ക സഖ്യകക്ഷിയായി. എന്നാൽ ഈ സഖ്യം ഒരു മുഖംമൂടി മാത്രമായിരുന്നു. 2008 മുംബൈ ആക്രമണം പാകിസ്ഥാന്റെ ഭീകരവാദ യന്ത്രത്തിന്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിച്ച് മുംബൈയിൽ 166 പേരെ കൊന്നു. പാർലമെന്റ് അറ്റാക്ക്, ഉറി, പുൽവാമ, പത്താൻകോട്ട്, ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. ഒടുവിൽ പെഹൽഗാമും. ലോകം പാകിസ്ഥാന്റെ ഭീകരവാദത്തെ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത്? ഇതിനു പിന്നിൽ ഭൂരാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അമേരിക്ക, ചൈന, യൂറോപ്യൻ യൂണിയൻ എല്ലാവർക്കും പാകിസ്ഥാനുമായി സാമ്പത്തികമായും സൈനികവുമായ ബന്ധങ്ങളുണ്ട്. പാകിസ്ഥാന്റെ ഭീകരവാദ ചരിത്രം 1947 വിഭജനത്തിൽ തുടങ്ങി ഇന്നും തുടരുന്നു. മതവും സാമ്പത്തികവും ഈ രാഷ്ട്രത്തെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി. ലോകശക്തികൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി പാകിസ്ഥാന്റെ തീവ്രവാദത്തെ കണ്ടില്ലെന്നടിക്കുന്നു. എത്ര നാൾ? നമ്മുടെ രാജ്യം ഓർമ്മപ്പെടുത്തലെന്നോണം മറുപടി നൽകിയിരിക്കുന്നു. ഈ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ പിന്തുണച്ചിരിക്കുന്നു. നമ്മളൊന്നാണ്, ഈ രാജ്യം ഒന്നാണ്. തല കുനിക്കാനും കരഞ്ഞിരിക്കാനും ഇനി മനസ്സില്ല. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.